ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗോഡ്സ് ബ്ലെസ്സി ഫ്രം ഡെത്തിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ അടുത്താണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത്. എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു ക്രൈം സീനിലേക്ക് പെർമിഷൻ ഇല്ലാതെ കുറച്ച് സ്റ്റുഡൻസ് കയറിയിട്ടുണ്ടായിരുന്നതായിരുന്നു. അതറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് തുപ്പും സിങ്ങും പിന്നെ ക്യാപ്റ്റനും ഒക്കെ തന്നെ വരുന്നുണ്ട്. ആ ഒരു പിള്ളേരെയൊക്കെ ക്യാച്ച് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ തുപ്പിന് ഒരു മരത്തിൻ്റെ സൈഡിൽ താഴെ നിന്ന് വിക്ടിംസിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതുപോലത്തെ പാവ കിട്ടുന്നുണ്ട്. അതേ സമയത്താണ് അവനാണെങ്കിൽ ലാസ്റ്റ് ടൈം കണ്ട പോലത്തെ ഒരു പ്രേതത്തിനെ കാണുന്നത്. അത് കാണുമ്പോൾ വല്ലാണ്ട് പേടിച്ചു പോകുന്നുണ്ട്. സിങ് വന്ന് അവനെ സമാധാനിപ്പിക്കുന്നു. ആ ഒരു ടൈമിൽ ക്യാപ്റ്റൻ ആണെങ്കിൽ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ പിള്ളേരെ എല്ലാവരും തന്നെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാമെന്ന് ഇറങ്ങിയിട്ട് അവരെയും കൊണ്ട് പോകുന്നുണ്ട്. ആ സമയം സിംഗ് ആണെങ്കിൽ തുപ്പിനോട് നിനക്ക് എന്താ പറ്റിയേ, നീ എപ്പോഴത്തേക്കാളും കൂടുതൽ പേടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ ആത്മാവിനെ കണ്ടു എന്ന് പറയുന്നുണ്ട്. ആ സമയം അതെനിക്ക് മനസ്സിലായി, പക്ഷെ നീ ഇത്രയും പേടിക്കാനായിട്ട് എന്താ സംഭവിച്ചത്, എന്നാലും നീ ടെൻഷൻ ആവണ്ട, ഞാനിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ വേറെ പ്രേതങ്ങളൊന്നും നിൻ്റെ അടുത്തേക്ക് വരത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാപ്റ്റൻ തിരിച്ചു വന്നിട്ട് നിങ്ങൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് പോയാലോ എന്നിങ്ങനെ ചെയ്യുന്നുണ്ട്. ആ സമയം സിംഗ് ആണെങ്കിൽ ഞാൻ ജസ്റ്റ് അവനെ സമാധാനിപ്പിച്ചാണെന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ ആണെങ്കിൽ അതിനെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, സമാധാനിപ്പിച്ചാനായ നമുക്കിനി പോകാമെന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചോണ്ടങ്ങ് പോകുന്നുണ്ട്. ഇവരങ്ങനെ തിരിച്ച് വണ്ടിയിലിരുന്ന് പോകുന്ന സമയം തുപ്പിന് കിട്ടിയ ആ ഒരു പാവേനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയം സിംഗ് ആണെങ്കിൽ നീ ഇതെന്തിനെ കൈ കൊണ്ടെടുത്തത്, എന്തെങ്കിലും പ്രശ്നമാകത്തില്ലേ എന്ന് പറയുമ്പോഴത്തേക്കും അത് ആ ടൈമിന് പെട്ടെന്ന് ഞാൻ ആലോചിക്കാതെ കയ്യിലെടുത്തതാണ്, എനിക്ക് തോന്നുന്നു ഈ ഒരു പാവ ഞാൻ എടുത്തതുകൊണ്ടാണ് ആ ഒരു ആത്മാവ് എൻ്റെ അടുത്തേക്ക് വന്നതെന്ന്. കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യം ആ ഒരു പ്രേതത്തിനെ ഏതൊരു മനുഷ്യൻ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നാണ്. ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ മന്ത്രങ്ങളൊക്കെ ചെയ്തിട്ട് പ്രേതങ്ങളെ അവരുടെ ആവശ്യത്തിന് മനുഷ്യന്മാർ യൂസ് ചെയ്യാറില്ലേ, അതുപോലെ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ഏതോ ഒരു വ്യക്തി ആ ഒരു പ്രേതത്തിന് എൻ്റെ അടുത്തേക്ക് അയച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഞാൻ ഈ ഒരു പാവ കണ്ടെത്തിയെടുത്തത് ആ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അങ്ങനെ ആ ഒരു പ്രേതം വന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയുന്നുണ്ട്. ആ സമയം സിംഗ് ആണെങ്കിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഫസ്റ്റ് കുറേ എന്തൊക്കെയോ മന്ത്രങ്ങൾ, ഇപ്പോൾ കൺട്രോളിങ്, എന്താ ശരിക്കും നടക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് തുപ്പാണെങ്കിൽ ഞാനാണെങ്കിൽ ഒരു സന്യാസിയുടെ കൂടെ ജനിച്ചു വളർന്നത്, അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ സത്യമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾ എന്നെ വിശ്വസിക്കാനേ പറയാണ്. സിംഗപ്പോൾ എങ്ങനെയായാലും എത്രയും പെട്ടെന്ന് ഇതൊക്കെ ചെയ്യുന്ന ഒരാളെ കണ്ടുപിടിക്കണമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ സിംഗ് ആണെങ്കിൽ റെഡിയായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും കാണുന്നത് തുപ്പ് അവിടെ വീട്ടിലിരിക്കുന്ന അവർ പ്രാർത്ഥിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ പ്രതിമയുടെ മുന്നിലായിട്ട് തിരിയൊക്കെ കത്തിച്ച് അവൻ പ്രാർത്ഥിക്കുന്നതാണ്. സിംഗ് വന്നിട്ട് നീ എന്താ വീടിന് തീയിടാൻ നോക്കുവാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം നിങ്ങളും വന്ന് പ്രാർത്ഥിക്കുക, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇതേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. സിംഗിനെ കൊണ്ടും പ്രാർത്ഥിപ്പിക്കുന്നുണ്ട്. സിംഗിൻ്റെ അടുത്ത് ആ സമയം പറയുന്നുണ്ട് നിങ്ങൾ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇതാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെ റെസ്പെക്ട് ചെയ്യണമെന്ന്. സിംഗ് അപ്പോൾ ഞാൻ ഉറപ്പായിട്ട് റെസ്പെക്ട് ചെയ്യും, കാരണം ഇതെനിക്ക് തന്നത് എൻ്റെ അമ്മയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം തുപ്പാണെങ്കിൽ പിരോട്ടെന്ന് പറഞ്ഞ് ഒരു മോതിരം അവൻ്റെ കൈ എടുത്തിട്ട് ഈ ഒരു മോതിരം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതാണെങ്കിൽ സിംഗിന് ഇട്ട് കൊടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. സിംഗ് അപ്പോൾ ഞാനൊന്ന് നീ പറഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചു എന്ന് എഴുതിയിട്ട് എന്നെക്കൊണ്ട് ഇതൊന്നും ഇടിപ്പിക്കാനായിട്ട് നോക്കല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം തുപ്പാണെങ്കിൽ അത് ഇട്ടെന്ന് പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല, നിങ്ങളിനി ഇടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സംഭവം ഫാഷനാണെന്ന് കരുതിയിട്ട് അങ്ങ് ഇട്ടേക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ശ്രദ്ധിക്കുമ്പോഴാണ് തുപ്പിൻ്റെ കയ്യിലും സെയിം മോതിരം കിടക്കുന്നത് ഇങ്ങനെ കാണുന്നത്. സിംഗ് അത് കണ്ട് പറയുന്നുണ്ട് ഞാനും ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കപ്പിൾ റിങ് ഇട്ടതുപോലെ തോന്നില്ലേന്ന്. ആ സമയം തുപ്പ് അങ്ങനെയും തോന്നില്ല, നിങ്ങളൊഴിച്ച് ഈ ലോകത്തുള്ള എല്ലാവർക്കും ഇത് എന്തിൻ്റെ മോതിരാണെന്നൊക്കെ അറിയാം, നിങ്ങൾക്കാണ് ഒന്നും അറിയാത്തത്, അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും ഇത് ഇട്ടിരുന്നാൽ എന്തും സംഭവിക്കാനൊന്നും പോകുന്നില്ല, നമ്മൾ കപ്പിൾസ് ആണെന്ന് ആരും തെറ്റിദ്ധരിക്കാനോ ഒന്നും തന്നെ പോകുന്നില്ല, പിന്നെ നമ്മൾ ഇത് ഇട്ടേ പറ്റുള്ളൂ, കാരണം നമ്മൾ അങ്ങനത്തെ ഒരു കേസാണ് ഇപ്പം അന്വേഷിക്കുന്നത്, നമുക്ക് രണ്ടുപേർക്കും പ്രൊട്ടക്ഷൻ വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ്റെ കൈ പിടിച്ചിട്ട് സിംഗിനാണെങ്കിൽ ആ ഒരു മോതിരം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശിവ രണ്ടുപേരും ഫുഡ് കഴിക്കാനായിട്ട് ചെന്നിരിക്കുന്ന സമയത്ത് സിംഗ് നോക്കുമ്പോൾ തുപ്പ് എന്നത്തെയും പോലെ ഫുഡൊന്നും വാങ്ങിച്ച് വെച്ചിട്ടില്ല. അങ്ങനെ സിംഗ് ഇവനെ നോക്കുന്നുണ്ട്. ആ സമയം തുപ്പ് പറയുന്നുണ്ട് അത് പിന്നെ ഫുഡ് വാങ്ങാനുള്ള പൈസയ്ക്കാണ് പ്രാർത്ഥിക്കാനായിട്ട് ആ ഒരു തിരിയെല്ലാം ഞാൻ വാങ്ങിച്ചത്, അതുകൊണ്ട് ഫുഡൊന്നും വാങ്ങാൻ പറ്റില്ല, ഇനിയിപ്പോൾ താൽക്കാലത്തേക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഫ്രൂട്ട്സ് കഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് അവൻ അതെടുക്കാനായി പോകുന്നുണ്ട്. എന്നാൽ സിംഗ് ഇല്ലല്ലോ അതൊന്നും വേണ്ട, നമുക്ക് പുറത്ത് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് അവനെ കൊണ്ട് ഇറങ്ങാനായി നിൽക്കുകയാണ്. എന്നാൽ ആ സമയമാണ് കിങ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. കിങ് വന്നോടനെ തന്നെ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനുണ്ട്, നീ ഇവിടെ സസ്പെക്റ്റിനെ താമസിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം സിംഗാണ് ഞാൻ എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, തുപ്പാണെങ്കിൽ കേസിലെ സസ്പെക്റ്റ് അല്ല വിറ്റ്നസ് ആണ്, പിന്നെ നീ എന്തിനാണ് ഇപ്പം എൻ്റെ വീട്ടിലോട്ട് കയറി വന്നത്, നീ എങ്ങനെയാണ് കയറിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ മുമ്പ് കയറി വന്നിരുന്ന പോലെ തന്നെയാണ് ഇപ്പോഴും വന്നതെന്ന് പറയുന്നുണ്ട്. സിംഗപ്പോൾ നീ എന്തിനാണ് വന്നതെന്ന് തുറന്ന് പറയുക, ഇല്ലെങ്കിൽ കടന്നു കയറിയതിന് ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആ സമയം കിങ് ശരി ഞാൻ കാര്യം പറയാം, ഇന്നലെ രാത്രി നടന്ന സംഭവത്തിനെ കുറിച്ചാണ്, ക്രൈം സീനിൽ കുറച്ച് ആൾക്കാർ കയറി വന്നില്ലേ അതിനെക്കുറിച്ച് പറയാനാണ്, നീ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, ക്രൈം സീനിൽ എന്തെങ്കിലും ഡാമേജ് വന്നിരുന്നെങ്കിലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അതിന് ഡാമേജ് ഒന്നും വന്നില്ലല്ലോ, പിന്നെ കാര്യങ്ങളെല്ലാം ഓൾറെഡി സോർട്ട് ചെയ്തു, പിന്നെ നീയല്ലേ ഈ കേസിൻ്റെ ഹെഡ്, നീ അവിടെ പോയിരിക്കുമായിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. സമയം കിങ് ആണെങ്കിൽ പക്ഷേ നീ ചെയ്തതിൽ ഒരു തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. തുപ്പ് ക്രൈം സീനിൽ വെച്ചിട്ട് ആ ഒരു പ്രേതത്തിനെ കണ്ട സമയത്ത് അവൻ പേടിക്കുകയും അവനെ സിംഗ് ഹഗ് ചെയ്ത് സമാധാനിപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷേ ആ ഒരു കുട്ടികൾ ആ ഒരു ക്രൈം സീനിൽ കയറിയ ടൈമിന് അവർ ലൈവ് പോയി എന്നുള്ള കാര്യം ഞാൻ പറയുന്നുണ്ടായിരുന്നു. ഇവരെ ക്യാച്ച് ചെയ്യുന്ന ടൈമിനും ആ ഒരു ലൈവ് കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്യാമറ ആംഗിളിൻ്റെ മുന്നിൽ നിന്ന് തന്നെയാണ് തുപ്പും പിന്നെ സിംഗും കൂടിയിട്ട് ഹഗ് ചെയ്തതും. അങ്ങനെ ഇപ്പോൾ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ കിങ് അതിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചിട്ടാണ് നീ എന്ത് പണിയാണ് കാണിച്ചത് ഇങ്ങനെ ചോദിക്കുന്നത്. ആ സമയം സിംഗ് ആണെങ്കിൽ അത് തുപ്പാണെങ്കിൽ ഒരു
പ്രേതത്തിനെ കണ്ട് പേടിച്ചു, അതുകൊണ്ടാണ് ഞാനവരെ സമാധാനിപ്പിച്ചത്, അല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും നീ പ്രേതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷേ ഈ കേസിൽ ഒരേ ഒരു വിറ്റ്നസ്സായ ഇവനെ സംരക്ഷിക്കാനായിട്ട് ഞാൻ എന്തും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇങ്ങപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ, പക്ഷേ എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ, എത്രയും പെട്ടെന്ന് ഈ ഒരു കേസ് ക്ലോസ് ചെയ്യണം. ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് വീണ്ടും ഓർഡർ വന്നിട്ടുണ്ട്. മുമ്പത്തെ കേസിൽ നീയാണെങ്കിൽ ട്രാൻസ്ഫർ ആയി പോയതുപോലെ ഇത്തവണ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ ഇപ്പം തിരിച്ചു വന്നതുപോലെ നിനക്ക് ഇനി തിരിച്ചു വരാൻ പറ്റിയെന്ന് വരത്തില്ല, അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നേരെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കിങ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം തുപ്പ് ഒരുമാതിരി നിൽക്കുമായിരുന്നു. അപ്പോൾ സിംഗ് വന്നിട്ട് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ തുപ്പ് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. സിംഗ് അവനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ഒരു വണ്ടിയിൽ നേരെ സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തുപ്പ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലെ സ്പെയർ കീ കിങ് അറിയാതെ നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചേക്കാണോ, അതുകൊണ്ടാണോ കിങ് വേറെ ഏതെങ്കിലും വഴി കൂടെയൊക്കെ ചാടി നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കിങ് അപ്പോൾ അറിഞ്ഞിട്ടിപ്പോൾ എന്തിനാ എൻ്റെ താക്കോലെല്ലാം എടുത്തിട്ട് വീട്ടിൽ നിന്നെല്ലാം എടുക്കാൻ തന്നെയാണോ എന്നിങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. കാര്യം മനസ്സിലാവുന്നുണ്ടെങ്കിൽ തുപ്പ് പറയുന്നുണ്ട്, ഒരു പക്ഷേ എൻ്റെ പൈസയൊന്നും ഉണ്ടാകത്തില്ല, പക്ഷേ ഞാനങ്ങനെ സാധനങ്ങളൊന്നും മോഷ്ടിക്കുന്ന ഒരു വ്യക്തിയല്ല, പിന്നെ നിങ്ങൾക്കൊരു ബോയ് ഫ്രണ്ട് ഉള്ള കാര്യം അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളോട് ഇങ്ങനെ ക്ലോസ് ആവത്തില്ലായിരുന്നു, അതത്ര ശരിയായിട്ടുള്ള കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അവൻ ബോയ് ഫ്രണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് കിങ്ങിനെയാണ്. അപ്പോൾ അത് മനസ്സിലായിട്ട് സിംഗ് പറയുന്നുണ്ട്, എനിക്കൊരു ബോയ് ഫ്രണ്ടും ഇല്ല, ഞാൻ ആരുടെ സ്വന്തം അല്ല, എനിക്കൊരു ബോയ് ഫ്രണ്ടും ഇപ്പോൾ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ബാക്ക് സീറ്റിൽ നിന്ന് ഫയൽ എന്തോ എടുക്കുന്ന സമയത്ത് തുപ്പും അതെന്താണെന്ന് അറിയാനായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ആ സമയം ഒരു ഭയങ്കര ക്ലോസ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. തുപ്പ് അപ്പോൾ പതുക്കെ ബാക്കിലോട്ട് ഇങ്ങനെ നീങ്ങാണ്. അത് കണ്ടിട്ട് സിംഗ് പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല, പിന്നെ ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ പ്രേതങ്ങളിലൊന്നും വിശ്വാസമില്ലാത്ത സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളിലും വിശ്വാസമില്ലാത്തൊരു പയ്യനെ പ്രേമിക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം തുപ്പ് അതിനിങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം എനിക്കിങ്ങനെ പറഞ്ഞിരുന്നേന്ന് നോക്കുമ്പോഴത്തേക്കും അതിന് സിംഗിന് പറയാനായിട്ടൊരു മറുപടി ഉണ്ടായിരുന്നില്ല. അടുത്ത് സേനയും ഡറിനെയും കാണിക്കുമ്പോൾ സേയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നൈറ്റ് ഒരു പാർട്ടിക്കൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ട് ഡ്രിങ്ക് ചെയ്തിട്ടാണ് ഡറിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ കണ്ടതാണ്. ഇപ്പം അവനാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഹാങ് ഓവർ നല്ലതുപോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് മാറാനായിട്ട് സേയ്ക്ക് ഡറിനാണെങ്കിൽ ഒരു ഡ്രിങ്ക് ഒക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഡറിൻ ചോദിക്കുന്നുണ്ട്, സാധാരണ നീ ഇങ്ങനെ പാർട്ടിക്കൊന്നും പോകാറില്ലല്ലോ, ഇപ്പം നിനക്ക് എന്താ പറ്റി, പുതിയ ശീലമൊക്കെ തുടങ്ങിയോന്ന്. ആ സമയം നമ്മളിപ്പോഴും പഴയ ലൈഫിൽ നിന്ന് ജീവിച്ചാൽ പോരല്ലോ, പുതിയ ശീലങ്ങളും പുതിയ ആൾക്കാരെയൊക്കെ നമ്മൾ കാണണമല്ലോ എന്ന് സേയാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് അർത്ഥം വെച്ച് പറയുന്നുണ്ട്. അതായത് ഇവനെ മറന്നിട്ട് വേറൊരാളെ കണ്ടുപിടിക്കണം എന്ന രീതിയിൽ. അത് ഡറിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡറിൻ ജലസായിട്ട് കുടിക്കാൻ കൊടുത്ത ഡ്രിങ്ക് തിരിച്ചു വാങ്ങുന്നുണ്ട്. എന്നിട്ട് നീ എന്നെ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചോളാൻ പറഞ്ഞിട്ട് ഡറിൻ അവനെ വർക്ക് ചെയ്യാനായിട്ട് അവൻ്റെ ടേബിളിലേക്ക് ചെന്നിരിക്കുന്നുണ്ട്. ആ സമയം സേയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നൈറ്റ് ആ ഒരു പാർട്ടിയുടെ ശേഷം മീറ്റ് ചെയ്ത പയ്യൻ സേയ്ക്ക് മെസ്സേജ് അയച്ചിട്ട് നമുക്കൊന്ന് പുറത്ത് വെച്ച് മീറ്റ് ചെയ്താലോ, ഇന്നലെ രാത്രി നീ സേഫായിട്ട് വീട്ടിലെത്തിയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അവനിങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോൾ തന്നെ അതെന്താണെന്ന് അറിയാനായിട്ട് ഡറിൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഡറിൻ ആ ഒരു മെസ്സേജ് കാണാതിരിക്കാനായിട്ട് സേ അവൻ്റെ ഫോൺ മറച്ചു വയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ആ ഒരു ക്രൈം സീനിലേക്ക് കയറിയ ഒരു 4 പിള്ളേരെ അവരെ ഇപ്പോൾ സ്റ്റേഷനിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചോദ്യം ചെയ്യാണ് കിങ്ങും സിംഗും കൂടെയൊക്കെ ആയിട്ട്. ഒരു പിള്ളേരോട് നിങ്ങൾ ക്രൈം സീനിൽ വെച്ചിട്ട് എന്തെങ്കിലും കണ്ടോ എന്ന് കിങ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരെ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോയാൽ ആ ഒരു ലൈവെല്ലാം സ്റ്റാർട്ട് ചെയ്ത് മെയിനായിട്ടുള്ള ആ ഒരു പ്രേതത്തിനെ വിളിച്ചു വരുത്തണമെങ്കിൽ ആഗ്രഹിച്ച് നിന്ന ആ ഒരു പയ്യൻ അവനാണ് ആ ഒരു പ്രേതത്തിനെ കണ്ടത് തന്നെ, അതിനെ കണ്ട് ഒരുപാട് പേടിച്ചതും. എന്നാൽ ഇപ്പോൾ ആ ഒരു മെമ്മറി അവൻ്റെ മൈൻഡ് ഉണ്ടെങ്കിലും ഇവർ ചോദിക്കുമ്പോൾ തനിക്കൊന്നും ഓർമ്മയില്ല, അവിടെ ഇരുട്ടായിരുന്നു, താനൊന്നും കണ്ടില്ല എന്നൊക്കെ വേണ്ടി കള്ളം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ആ സമയം കിങ് ആണെങ്കിൽ നീ സീരിയസ് ആയിട്ട് തന്നെയാണോ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും സിംഗ് നീ പ്രേതത്തിനെ വല്ലതും കണ്ടോ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം അവൻ്റെ കൂടെയുള്ളൊരു പയ്യൻ നിങ്ങളോ പ്രേതത്തിനെ കണ്ടോ, എൻ്റെ ഫ്രണ്ടിനെ ഏതോ പ്രേതം ഒട്ടിച്ചതുപോലെ എനിക്ക് തോന്നിയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം പ്രേതത്തിനെ കണ്ട പയ്യൻ ഞാനൊന്നിനെയും കണ്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേസമയം ആ ഒരു ക്രൈം സീനിൽ നിന്ന് തുപ്പിന് കിട്ടിയ ഒരു പാവ അതിനെ എടുത്തിപ്പോൾ ഇവരെ മുന്നിൽ വെച്ചിട്ട് ഇത് നിങ്ങൾ ആരാ കൊണ്ടുവന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം അവർ 4 പേരും ഇല്ല ഞങ്ങൾ കൊണ്ടുവന്നില്ല, ഞങ്ങൾക്ക് ഈ പാവിനെ പറ്റി അറിയത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം സിംഗ് ആണെങ്കിൽ ആ പിള്ളേരോട് ദേഷ്യപ്പെടാൻ നിൽക്കുമ്പോൾ കിങ് ആണെങ്കിൽ സിംഗിനോട് വേണ്ടാന്ന് പറയുന്നുണ്ട്. ആ ഒരു പിള്ളേരെ പറഞ്ഞു വിടാനായിട്ട് പറഞ്ഞിട്ട് പോലീസുകാർ ആ ഒരു പിള്ളേരെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ സമയം കിങ് സിംഗിനോട് ഇനി എന്താ ചെയ്യുന്നത്, പഴയ പ്ലാൻ തന്നെ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയാലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് പഴയ പ്ലാൻ അങ്ങനെ നടക്കത്തൊന്നുമില്ല, നിൻ്റെ 2 വർഷം മുമ്പേ ഉള്ള പരിപാടിയാണ് ഇരിക്കുന്ന വിറ്റ്നസിനെ പിടിച്ച് കേസിനെ പ്രതിയാക്കുന്നത്, അത് ഞാൻ ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം കിങ് ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കേസിൻ്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം, നിൻ്റെ വീട്ടിൽ പോകുന്നു എൻ്റെ വീട്ടിൽ പോകുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആരും ആരുടെയും വീട്ടിലോട്ട് പോകുന്നില്ല, ഞാൻ ഒറ്റയ്ക്കിരുന്ന് എൻ്റെ വർക്ക് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കിങ് പുറത്തേക്ക് പോവാണ്. ഇതേസമയം അതേ റൂമിൽ തന്നെ തൊട്ടടുത്തുള്ള ടേബിളിലിരുന്ന് തുപ്പ് ഡ്രോയിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ സംസാരം എല്ലാം തുപ്പ് കേൾക്കുന്നുണ്ട്. അങ്ങനെ കിങ് പോയി കഴിയുമ്പോൾ സിംഗ് അവൻ ടേബിളിലേക്ക് ചെന്നിരുന്നിട്ട് കേസിൻ്റെ കാര്യം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം തുപ്പ് വന്നിരുന്നിട്ട് ആ പിള്ളേർ എന്താ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സിംഗ് അപ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു പാവ അത് ആ പിള്ളേർ വെച്ചതല്ലെന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞു. ഇത് പിന്നെ ഇതെങ്ങനെ വന്നു എന്ന് ഒരു ഐഡിയ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ വിക്ടിംസിൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോസ് എല്ലാം നോക്കുന്നുണ്ട്. അതിൽ നോക്കുമ്പോഴത്തേക്കും പോയ 2 വിക്ടിംസിൻ്റെ വീട്ടിലും പ്രെയർ ബുക്ക് ഉണ്ടായിരുന്നു, അതും സെയിം സ്ഥലത്തുനിന്ന് കിട്ടുന്ന പ്രെയർ ബുക്ക്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും അവനാണ് ഡൗട്ട് വന്നിട്ട് തുപ്പിനത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. തുപ്പിനോട് പറയുന്നുണ്ട് ഒരുപക്ഷെ ഇങ്ങനെ പ്രാർത്ഥനാ ഇടങ്ങളൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഇവരെ ഈ ബ്ലാക്ക് മാജിക് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്, അപ്പോൾ അതായിരിക്കും ഇതിൻ്റെ എല്ലാം മൊത്തം റീസൺ എന്ന് പറയുമ്പോഴത്തേക്കും തുപ്പാണെങ്കിൽ പക്ഷേ സാധാരണ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം നല്ലതാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങപ്പോൾ എന്നാലും നമുക്ക് അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാമെന്ന് പറയുന്നുണ്ട്.
എന്നിട്ട് ക്യാപ്റ്റനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇതുവരെയായിട്ട് പോവാത്ത വിക്ടിംസിൻ്റെ വീട്, അവർക്ക് ഈ ഒരു പ്രേയറിൻ്റെ സ്ഥലവുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, അവർക്കിതിനെപ്പറ്റി അറിയാമായിരുന്നോ എന്നൊന്ന് അന്വേഷിക്കാനായി പറയുന്നുണ്ട്. അതിന് ശിവരണ്ടിന് നേരെ ആ ഒരു പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ചെന്നിട്ട് അവിടെയുള്ള ആളുമായിട്ട് സംസാരിക്കാൻ നിൽക്കുന്ന സമയം അവിടെ കുറേ ആളിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് മാറി നിന്ന് സംസാരിക്കാമെന്ന് അയാൾ പറയുന്നുണ്ട്. അങ്ങനെ മാറിയിരിക്കുമ്പോഴത്തേക്കും തുപ്പ് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഇവിടെ മേസുവേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിച്വൽ നടത്തുന്നുണ്ടോയെന്ന്. എന്നാൽ അയാൾക്ക് അതെന്താണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ആ സമയം കുറച്ച് പ്രായമുള്ള ഒരാൾ വരുന്നുണ്ട്. അയാൾ വന്നിട്ട് ഈ മേസുവേനെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നതെന്ന് ഇങ്ങനെ അവരോട് ചോദിക്കുന്നുണ്ട്. ആ സമയം തുപ്പ് അതെ അതിവിടെ നടത്തുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇല്ലില്ല, അതൊരു പഴയ വിശ്വാസമാണ്, അതൊന്നും ഇവിടെ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം തുപ്പും സിംഗും എങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ട്. അവർ പോകുന്ന സമയം ഇയാൾ ഇവരെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് സ്റ്റേഷനിലേക്ക് വന്നതിന് ശേഷം ആ ഒരു കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ സമയം ക്യാപ്റ്റനും അന്വേഷിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ക്യാപ്റ്റൻ പറയുന്നുണ്ട് ഓൾറെഡി അന്വേഷിച്ച ആ ഒരു 2 വിക്ടിമിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ അന്വേഷിച്ചിരിക്കുന്നത്. അപ്പോൾ തീയെന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി അയാളാണെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് മുമ്പ് പോയിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് ശാന്തി താം ഹൗസ് എന്നാണ്. അപ്പോൾ ഈ ശാന്തി താമിൽ ഇയാൾ പോയിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ മീ എന്ന് പറഞ്ഞ ആ ഒരു ട്രാൻസ്ജെൻഡർ വിക്ടിം, ആ വിക്ടിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഇതുമായിട്ട് ഭയങ്കര കണക്ഷനൊന്നുമില്ല. പക്ഷേ എങ്ങോട്ടോ പോകുന്ന സമയത്ത് പെട്രോൾ അടിക്കാനായിട്ട് ആ ഒരു ശാന്തി താമിൻ്റെ അടുത്തുള്ള റൂട്ടിലോട്ട് ഇവർ വന്നിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയമാണ് തുപ്പാണെങ്കിൽ ഒരു കാര്യം ആലോചിക്കുന്നത്. ഇവർ ആ ഒരു ശാന്തി താമിൽ അന്വേഷിച്ച് പോയപ്പോഴത്തേക്കും മേസിവെ റിച്വലിനെ പറ്റി അറിയാന്നുള്ള ഒരു പ്രായമുള്ള ആളെ മീറ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അയാൾ ഇവരുടെ അടുത്ത് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. മേസിവെ റിച്വൽ ചെയ്യുന്നത് വ്യത്യസ്ത ദിവസങ്ങളിൽ ജനിച്ചിട്ടുള്ള ആൾക്കാരെ വച്ചിട്ടായിരിക്കുമെന്നാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും ഇവനൊരു തിയറി ഇങ്ങനെ ചിന്ത വരികയാണ്. അവനതങ്ങനെ സിംഗിനോട് പറയുന്നുണ്ട്. അതായത് ഈ 7 വിക്ടിംസും ഒരുപക്ഷെ ജനിച്ചത് 7 ദിവസങ്ങളിലായിരിക്കുമെന്ന്. അങ്ങനെ അവരെ ജനിച്ച ദിവസം എന്നാണ് നോക്കുമ്പോൾ ശരിയാണ്, 7 വിക്ടിംസും സൺഡേ ടു സാറ്റർഡേ എന്നുള്ള അളവിൽ ഓരോരുത്തരും ഓരോ ദിവസമാണ് ജനിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ശരിക്കും ഇതിന് റിച്വലുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന്. അങ്ങനെ സിംഗ് ഉണ്ടെന്നെ ക്യാപ്റ്റൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് നമുക്ക് ബാക്കി വിക്ടിംസിൻ്റെ വീടും കൂടെ അന്വേഷിച്ചിട്ട് അവരെ വീട്ടിലും ഇതേപോലെ പാവകളുണ്ടോ എന്ന് നമുക്ക് നോക്കണം, എങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ക്യാപ്റ്റൻ അപ്പോൾ എനിക്ക് എങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള വാറണ്ട് റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ക്യാപ്റ്റൻ പോയതും സിംഗ് തുപ്പിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. നീ ഇതുപോലെ ഓരോ കണക്ഷൻസ് പറഞ്ഞു തന്നതാണ് നമുക്കിപ്പോൾ ഇവിടെ എത്തി നിൽക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് അവനോട് താങ്ക്സ് പറയുന്നുണ്ട്. ആ സമയം തുപ്പാണെങ്കിൽ സിംഗിൻ്റെ കൈ പിടിച്ചിട്ട് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല, ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയമാണ് കിങ്ങും മറ്റൊരാളും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ തന്നെ ഇവർ കൈ പിടിക്കുന്നതിങ്ങനെ നിർത്തുന്നുണ്ട്. എന്നാൽ കിങ് അത് കണ്ടിട്ടുണ്ടായിരുന്നു. കിങ്ങിനെ തീരെ ഇഷ്ടപ്പെട്ടതുമില്ല. കിങ്ങിൻ്റെ കൂടെ വന്ന ആൾ സിംഗിനോട് പറയുന്നുണ്ട് 10 വർഷം മുമ്പ് നടന്ന ഇതേപോലത്തെ സിമിലർ കേസ്, ആ കേസിൽ അവിടെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് തയ്യാറാണെന്ന് പറയുന്നുണ്ട്. സിംഗ് അപ്പോൾ ഓക്കെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അയാൾ പോയി കഴിഞ്ഞതും കിങ് ചോദിക്കുന്നുണ്ട് നീ ഒറ്റയ്ക്കാണോ പോകാനായിട്ട് പോകുന്നതെന്ന്. ആ സമയം സിംഗ് ആണെങ്കിൽ എനിക്ക് ചെയ്യാനുള്ള വർക്ക് ഞാൻ എൻ്റെ കാര്യത്തിന് അങ്ങ് ചെയ്യും, അല്ലാതെ എനിക്ക് വേറെ ആരുടെ ഹെൽപ്പ് ആവശ്യമില്ലാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എപ്പോഴത്തെയും പോലെ നിനക്ക് ഇഷ്ടപ്പെട്ട വിറ്റ്നസിനെയും കൊണ്ടാണോ പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും എന്നെയാണ് ഉദ്ദേശിച്ച് പറയുന്നതെന്ന് തുപ്പിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തുപ്പ് എഴുന്നേറ്റെന്ന് പറയുന്നുണ്ട്. ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോ, നിങ്ങൾ കംഫർട്ടബിളായിട്ട് ജോലി ചെയ്തു, ഞാൻ വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയം നീ ശരിക്കും ഓക്കെ ആയിരിക്കുമെന്ന് സിംഗ് ചോദിക്കുന്നുണ്ട്. ആ സമയം ഞാൻ ഓക്കെ ആയിരിക്കും, നിങ്ങൾ പോയിട്ട് വരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ സിംഗ് ആണെങ്കിൽ പറയുന്നുണ്ട് വീടിൻ്റെ സ്പെയർ കീ ആണെങ്കിൽ പുറത്തുള്ള ഫ്ലവർ പോട്ടിൻ്റെ അടിയിലാണ് വെച്ചിരിക്കുന്നതെന്ന്. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കിങ് സിംഗിനോട് ഇങ്ങനെ പറയുന്നുണ്ട് ഡോക്ടേഴ്സ് ആരും തന്നെ അവരെ പേഷ്യൻസിനെ സ്നേഹിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഒരു പോലീസുകാരനായിട്ടുള്ള നീയാണെങ്കിൽ വിറ്റ്നസിനെ സ്നേഹിക്കാനായിട്ട് പാടില്ല, ഒരു അതിന് വിട്ട് പെരുമാറാനായിട്ട് പാടില്ലെന്ന്. ആ സമയം സിംഗ് പറയുന്നുണ്ട് എത്ര തവണ ഇപ്പം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാനും തുപ്പും തമ്മിൽ അങ്ങനെ റിലേഷൻഷിപ്പേ ഇല്ല, അവനും ഞാനും വിറ്റ്നസും ഒരു പോലീസുകാരനും തന്നെയാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങപ്പോൾ അത് വിശ്വസിക്കാനായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നീ അവനെ ഏത് രീതിയിലാണ് നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതേ രീതിയിലായിരുന്നു നീ മുമ്പ് എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. നിന്നെ ഞാൻ എൻ്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. ഞാനാണെങ്കിൽ പഴയതുപോലെയല്ല, ഞാൻ ചേഞ്ചായി എന്ന് ഞാൻ നിന്നെ വിശ്വസിപ്പിക്കും. നിന്നെ എൻ്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഞാൻ എന്തും ചെയ്യുമെന്ന് കിങ് പറയുന്നുണ്ട്. കിങ്ങപ്പോൾ വെറുതെ എന്തിനാണ് ആവശ്യമില്ലാതെ പാസ്റ്റിലെ കാര്യങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം സിംഗിനോട് സംസാരിക്കാനായിട്ട് അങ്ങോട്ടേക്ക് സെയ് വരുന്നുണ്ട്. കിങ് അങ്ങനെ കിങ്ങിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് നിർത്തിയിട്ട് നേരെ സെയിൻ്റെ പുറത്തേക്ക് പോയി നിൽക്കുന്നുണ്ട്. എന്നിട്ട് സെയിനോട് എന്ത് പറ്റി, എന്തെങ്കിലും വർക്കിൻ്റെ കാര്യമാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊന്നല്ല, മറ്റൊരു അഡ്വൈസിന് വേണ്ടിയിട്ട് നിൻ്റെ അടുത്തേക്ക് ഞാൻ വന്നതായിരുന്നു. എനിക്കാണെങ്കിൽ ഡയറിൻ്റെ അടുത്ത് നിന്ന് മൂവ് ഓൺ ആവണമെന്നുണ്ട്, എന്നാൽ സത്യം പറഞ്ഞാൽ എന്നെ കൊണ്ട് അതിന് പറ്റുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം അതെന്താണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും എനിക്കും അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഒരുപക്ഷെ നിനക്കും അവനും ഇപ്പോഴും പരസ്പരം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒന്നിച്ചൂടെ, നിങ്ങളുടെ ഹാപ്പി ആയിട്ട് ഇരിക്കണം, അത്രേ എനിക്കുള്ളൂ, നിങ്ങളെ ഹാപ്പി ആക്കുന്ന എന്താണോ അത് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. പക്ഷേ സേ പറയുന്നുണ്ട് ഞാനും ഡയറിനും ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു കാര്യങ്ങളെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളതല്ലേ, ഞങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും ശരിയാവത്തില്ല എന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും സെയ്യാണെങ്കിൽ സിംഗിൻ്റെ കയ്യിൽ
തുപ്പിട്ട് കൊടുത്ത് ആ ഒരു മോതിരം കിടക്കുന്ന കാണുന്നുണ്ട്. എന്നിട്ട് അല്ല ഇതെന്താ സംഭവം എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം പറയുന്നുണ്ട് ഈ തുപ്പന് കിട്ടുന്നതാണ്, ഇതിട്ട് കഴിഞ്ഞാൽ ഈ അപകടത്തിൽ നിന്നൊക്കെ രക്ഷിക്കുമെന്നാണ് അവൻ പറയുന്നത്. എങ്ങാനും നമ്മൾ ഈ കേസിൽ ശരിക്കും വിചാരിക്കുന്ന പോലെ ബ്ലാക്ക് മാജിക് വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും പറ്റാതിരിക്കാനാണെന്ന് പറയുന്നുണ്ട്. സേയപ്പോൾ ചോദിക്കുന്നുണ്ട് അതിന് നിനക്ക് ഈ വക സംഭവങ്ങളിലൊന്നും വിശ്വാസം ഇല്ലായിരുന്നല്ലോ, ഇപ്പം എന്താണ് പറ്റിയത്, വിശ്വാസമൊക്കെ വന്നു തുടങ്ങിയോന്ന്. ആ സമയം എനിക്ക് വിശ്വാസമൊന്നുമില്ല, ഈ ജസ്റ്റ് തുപ്പിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാണെന്ന് പറയുമ്പോൾ ഈ തുപ്പിനെ കുറിച്ച് ഇത്രയും കെയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഇങ്ങപ്പോൾ നീ എൻ്റെ കാര്യം വിട്, നീ നിൻ്റെ അടുത്ത് സ്വയം ചോദിച്ചു നോക്ക് എന്തുകൊണ്ടാണ് നിനക്ക് അവൻ്റെ അടുത്ത് മൂവ് ഓൺ ആവാൻ പറ്റാത്തതെന്ന്. ഒരുപക്ഷെ നീ അവനെക്കുറിച്ച് അത്രയും കെയർ ചെയ്യുന്നത് കൊണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, അങ്ങോട്ട് ഒന്നിക്കുകയാണെങ്കിൽ ഒന്നിക്കുക, നിങ്ങൾ എന്താണ് നിങ്ങളെ ഹാപ്പി ആക്കുന്നത് അത് ചെയ്യേ, എനിക്ക് നിങ്ങളുടെ ഹാപ്പി ആയിട്ടിരിക്കണം, എനിക്ക് അത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിങ്ങിനോടും പറയുന്നുണ്ട് നീയും അതുപോലെ തന്നെ മൂവ് ഓൺ ആകാനുള്ള വഴി നോക്ക്. കിങ് ആണെങ്കിൽ ആ ഒരു കേസിന് വേണ്ടി മാത്രമല്ല തിരിച്ചു വന്നത്, നിൻ്റെ അടുത്തത് ഒരു സോറിയും കൂടെ കിട്ടി, നീ അവന് വീണ്ടും ഒരു ചാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് നിനക്ക് അറിയാമെന്നുള്ള കാര്യമല്ലേ, നീ അവന് വീണ്ടും ഒരു ചാൻസ് കൊടുക്കുമ്പോൾ നീ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ആ സമയം എങ്ങനെയായാലും ശരി തന്നെ, നിനക്കൊരു പക്ഷേ ഒരു മോതിരം തന്ന തുപ്പായിരിക്കും, ആര് വന്നിട്ടായാലും നീയാണെങ്കിൽ നിൻ്റെ ലൈഫിൽ നിന്ന് മൂവ് ഓൺ ആവും, എന്നെപ്പോലെ ഇങ്ങനെ മൂവ് ഓൺ ആകാൻ പറ്റാതെ ഇങ്ങനെ തന്നെ ഈ ലൂപ്പിൽ പെട്ട് കിടക്കരുതെന്ന് പറയുന്നുണ്ട്. ആ സമയം ശരി നീരും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് സിംഗം കയറി പോവാണ്. പിന്നീട് കാണിക്കുന്നത് 10 വർഷം മുമ്പ് നടന്ന ആ ഒരു സിമിലർ കേസിൽ പ്രതിയായ ഒരു വ്യക്തിയുണ്ട്. അയാളുമായിട്ടാണ് നേരത്തെ സിംഗിന് സംസാരിക്കാനായിട്ടൊരു അവസരം ഉണ്ടായി കൊടുക്കാമെന്ന് പറഞ്ഞത്. അയാൾ ഇപ്പോഴും ആ ഒരു കേസിലെ പ്രതി എന്ന് പറഞ്ഞ് ജയിലിൽ തന്നെ കിടക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അയാളുമായിട്ട് സിംഗും കിങ്ങും മീറ്റ് ചെയ്യുന്നുണ്ട്. സിംഗ് പറയുന്നുണ്ട് നിങ്ങളന്ന് കണ്ട കാര്യം ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറയാനായിട്ട്. എന്നാൽ അയാൾ പറഞ്ഞിട്ടെന്ത് ചെയ്യാനാ, നിങ്ങൾ മറ്റുള്ള പോലീസുകാരെ പോലെ തന്നെയല്ലേ, ജസ്റ്റ് എൻ്റെ ഒരു DNA കിട്ടിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെയും പ്രതിയാക്കാനല്ലേ വീണ്ടും, എനിക്ക് നിങ്ങളോടൊന്നും ഒന്നും പറയാനില്ല എന്ന് പറയുന്നുണ്ട്. സിംഗ് ആ സമയം ശരിയാണ്, പക്ഷേ നിങ്ങൾ എൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമേ നിങ്ങളല്ല ഇത് ചെയ്തതെന്ന് കേസ് തെളിയിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ജയിലിൽ കിടന്നിട്ടും ഈ സിമിലർ കേസ് വീണ്ടും നടക്കുകയാണ്, അപ്പോൾ ഉറപ്പാണ് നിങ്ങളല്ല ചെയ്തതെന്ന്. നിങ്ങൾക്ക് 10 വർഷം നഷ്ടപ്പെട്ടു, പക്ഷേ അതിനെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇനി നിങ്ങൾ ജയിലിൽ കിടക്കാതിരിക്കാനായിട്ടും നിങ്ങൾക്ക് നീതി വാങ്ങിച്ചു തരാനും എനിക്ക് പറ്റും. അതുകൊണ്ടല്ലേ നടന്ന കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ അടുത്ത് പറയണം, നിങ്ങൾ എന്നെ വിശ്വസിക്കണം, ഞാൻ മറ്റ് പോലീസുകാരെ പോലെ തന്നെ നിങ്ങളെ കൊടുക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അയാൾ 10 വർഷം മുമ്പ്, അതായത് 2015 എന്താണ് നടന്നതെന്ന് പറയുന്നുണ്ട്. ഇയാളും ഇയാളുടെ അച്ഛനും ഈ ബോട്ടൊക്കെ കൊണ്ട് മീൻ പിടിക്കാനൊക്കെ ആയിട്ട് കടലിലേക്ക് ഇറങ്ങാറുണ്ട്. എന്നാൽ ഭയങ്കര കൊടുങ്കാറ്റൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് അവരാണെങ്കിൽ പോകണ്ടെന്ന് തീരുമാനിച്ചു. ഇയാളുടെ ബോട്ട് കടലിൻ്റെ സൈഡിലായിട്ട് ഒരു കയറിൽ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അയാളാണെങ്കിൽ അതിൻ്റെ കെട്ട് വിട്ടെങ്ങാനും നീങ്ങിയോ എന്നിങ്ങനെ അറിയാനായിട്ട് കാട്ടിൽ കൂടെ രാത്രി നടന്നു പോകുന്ന സമയത്താണ് അയാൾ ആ ഒരു കാഴ്ച കണ്ടത്. എന്തൊക്കെയോ ഒരു മന്ത്രങ്ങളും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കുറേ ബോഡീസിനെ മരത്തിലൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ഇയാൾ വല്ലാണ്ട് പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്തത്. പക്ഷേ പിറ്റേ ദിവസം ഇയാളാണ് കില്ലറെന്ന് പറഞ്ഞ് ഇയാളെ അറസ്റ്റ് ചെയ്തു. കാരണം ഇയാളുടെ ബ്ലഡും DNA ഒക്കെ വരുന്ന ഒരു കയറ് അവർക്ക് അവിടെ നിന്ന് കിട്ടി പോലും. അങ്ങനെയാണ് ഇയാൾ ഈ കേസിൽ പ്രതിയായത്. പക്ഷേ മറ്റൊരു എവിഡൻസും ഉണ്ടായിരുന്നതുമില്ല. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഇയാൾ പറയുമ്പോഴത്തേക്കും സിംഗ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ ഒരു സീനിൽ വെച്ചിട്ട് പാവകൾ പോലെ എന്തെങ്കിലും സംഭവങ്ങൾ കണ്ടായിരുന്നോ എന്ന്. ആ സമയം അയാൾ ഇല്ല ഞാൻ കണ്ടില്ലെന്ന് പറയുന്നുണ്ട്. അതേസമയം ഇയാളൊരു പ്രതി ആയതുകൊണ്ട് തന്നെ, അതായത് ജയിലിൽ കിടക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇയാൾക്ക് വിസിറ്റിംഗ് ടൈം കുറച്ച് നേരമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ ഇയാളെ കൊണ്ടുപോകാനുള്ള ടൈം ആവുന്നുണ്ട്. അങ്ങനെ അവിടെ നിൽക്കുന്ന പോലീസുകാർ ഇയാളെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഇത് കാണിക്കുന്നത് സേയും ഡാരനും അവരുടെ ഫോറൻസിക് ലാബിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. സേയാണെങ്കിൽ സിംഗിനെ കാണാനായിട്ട് വന്നത് നമ്മൾ കണ്ടൊരു കാര്യമായിരുന്നു. ഇപ്പോൾ സേ തിരിച്ചു വരുമ്പോൾ ഡാരൻ ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടാണ് പോയെന്ന്. ആ സമയം താൻ സിംഗിനെ കാണാൻ പോയതാണ്, കേസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് പോയതാണെന്ന് പറയുമ്പോൾ സാധാരണ നീ അത് ഇമെയിൽ അയക്കാറല്ലേ ഉള്ളൂ, ഇപ്പോൾ എന്നിട്ട് നേരിട്ട് പോയതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ എന്തിനാണ് ശരിക്കും പോയെന്നുള്ള കാര്യം ഡാരനോട് തുറന്ന് പറയുന്നില്ല. ജസ്റ്റ് കുറച്ച് എവിഡൻസസ് ഇങ്ങനെ നേരിട്ട് പറയാനായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പോയതാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതേസമയം തന്നെ ഇവർക്കാണെങ്കിൽ അടുത്ത് 3ാമത് ക്രൈം സീനിൽ നിന്ന് നമ്മുടെ തുപ്പ് കണ്ടുപിടിച്ച ഒരു പാവ ഉണ്ടല്ലോ, ആ പാവ ഇപ്പോൾ ഇവരുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ പാവയിൽ ഒരു മുടി കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അത് അവർക്ക് ഒരു പ്ലസ് പോയിൻ്റാണ്. കാരണം അതിൻ്റെ DNA ആരുടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഉടനെ തന്നെ മറ്റൊരു സ്റ്റാഫിനെ വിളിച്ചിട്ട് ഈ ഒരു DNA കണ്ടുപിടിക്കാനായിട്ട് ആ ഒരു പാവ അതിൻ്റെ കയ്യിൽ കൊണ്ടുകൊടുക്കാൻ പോകുന്നുണ്ട്. ഡയറക്റ്റാണ് കൊണ്ടുകൊടുക്കാനായിട്ട് പോകുന്നത്. അവിടെ ഇപ്പോൾ ഒരു ഡെഡ് ബോഡി ഇങ്ങനെ കിടത്തിയിട്ടുണ്ടായിരുന്നു, അതിനെ പാസ് ചെയ്താണ് പോകുന്നത്. എന്നാൽ പാസ് ചെയ്യുമ്പോൾ ആ ഡെഡ് ബോഡി മാറിയിട്ട് നമ്മുടെ തുപ്പ് 2 തവണയും കണ്ട് പേടിച്ച് ആ ഒരു ആത്മാവ് അവിടെ കിടക്കുന്നത് പോലെ ആവുന്നുണ്ട്. ഡയറൻ അവിടെ എന്തോ ഉള്ളതുപോലെ തോന്നുന്നുണ്ട്, അതിനെ തിരിഞ്ഞു നോക്കാനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ അതിന് മുന്നേ തന്നെ ആ ഒരു സ്റ്റാഫ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് നോക്കാതെ അവൻ ആ ഒരു പാവ കൊടുക്കുന്നുണ്ട്. പാവ കൊടുത്തിട്ട് തിരിച്ചിങ്ങനെ തിരിയുമ്പോഴത്തേക്കും അവിടെ ആ ഒരു ഡെഡ് ബോഡി തന്നെയാണുള്ളത്, അവിടെ മറ്റൊന്നും കാണുന്നില്ല. എന്നാൽ അവൻ കണ്ട ആ ഒരു ആത്മാവ് ഇപ്പോൾ അവനെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അവനതിനെ തിരിഞ്ഞു നോക്കാനേ പോകുന്നതും അവൻ എന്തോ ഇങ്ങനെ കണ്ട് പേടിച്ചിരിക്കുന്ന പോലെ തോന്നിയിട്ട് വന്ന് ഡറിനോട് നിനക്ക് എന്താ പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഡറിനിപ്പോൾ അതിങ്ങനെ വിയേർഡായിട്ട് എന്തോ ഇവിടെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അവൻ ചുറ്റിലും നോക്കുന്നുണ്ട്. അവൻ പേടിക്കുന്നുണ്ട്. സേയപ്പോൾ അതിനോട് ഒന്നുമില്ല, നിനക്ക് തോന്നിയതായിരിക്കും എന്ന് പറയാണ്. എന്നാൽ ഡറിന് പേടി തോന്നുന്നതുകൊണ്ട് തന്നെ അവൻ സേയുടെ കൈ വിടാതെ സേയിൻ്റെ കൂടെ തന്നെ ക്ലോസ് ആയി നിൽക്കുന്നുണ്ട്. അടുത്ത് കാണിക്കുന്ന തുപ്പിനെയാണ്. തുപ്പിപ്പോൾ ഇങ്ങിൻ്റെ കൂടെ വർക്കിന് നിൽക്കാതെ ഇങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവനിപ്പോൾ വീട്ടിലിങ്ങനെ ഫിഷ് ടാങ്കൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയം സിംഗ് അവനെ കോൾ ചെയ്യുന്നുണ്ട്. സിംഗ് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ 10 വർഷം മുമ്പ് ആ കേസിൽ ജയിലിലായ ഒരു പ്രതിയുടെ അടുത്ത് സംസാരിച്ചു. അയാൾ പറഞ്ഞത് ആ ഒരു ഇൻസിഡൻറ്റ് നടന്ന
നടന്നത് ആ ഒരു ടൈമിൽ സതേൺ റിച്വൽ അതിൻ്റെ ഒരു ടൈമിലായിരുന്നു എന്നാണ്. നിനക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഉപ്പാപ്പ പറയുന്നുണ്ട് ഈ ഒരു റിച്വൽ എന്ന് പറയുന്നത് പണ്ടത്തെ ആ ഒരു ആൻസസ്റ്റേഴ്സിനൊക്കെ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു റിച്വലാണ്. പിന്നെ അതുമാത്രമല്ല എല്ലാ വർഷവും 10ാമത്തെ മാസം 15ാം തീയതിയാണ് നടത്തുന്നത്. ഫുൾ മൂണും ഉള്ളൊരു ടൈമായിരിക്കും. ആ ടൈമിന് മൊത്തം ഇരുട്ടായിരിക്കും, ഭയങ്കര ഡാർക്കായിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയം ഇതെല്ലാം എനിക്ക് ഇൻ്റർനെറ്റ് നോക്കുമ്പോഴേ അറിയാൻ പറ്റും, നീ അല്ലാതെ വേറെ എന്തെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഉപ്പ അങ്ങനെ ആലോചിച്ചിട്ട് പറയുന്നുണ്ട് തന്നെ വളർത്തിയ ഒരു സന്യാസി പറഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ ആ ഒരു റിച്വലൊക്കെ നടത്തുമ്പോഴത്തേക്കും ഇതിൽ ചന്ദ്രനെ ഉൾപ്പെടുത്തിയാണ് നടത്തുന്നതെങ്കിൽ ആ ഒരു റിച്വൽ ഭയങ്കര പവർഫുള്ളായിരിക്കുമെന്ന്. എനിക്ക് മറ്റൊന്നും കൂടുതൽ അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. സിംഗപ്പോൾ താനാണ് ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഞാൻ തന്നിരിക്കുന്ന മോതിരം നീ ഇപ്പോഴും കയ്യിലിട്ടിട്ടുണ്ടോ, നീ സേഫ് അല്ലേ എന്നെല്ലാം തുപ്പ് ചോദിക്കുമ്പോഴത്തേക്ക് സിംഗാണെങ്കിൽ നീ ടെൻഷൻ ആവണ്ട, അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, ഇവിടെ പിന്നെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. തുപ്പപ്പോൾ വർക്ക് കഴിയുമെങ്കിൽ പെട്ടെന്ന് വീട്ടിലോട്ട് വരണം, ഞാനിവിടെ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, സേഫായിട്ട് പോയിട്ട് വരണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഓക്കെ ഞാൻ സേഫായിട്ട് പോയിട്ട് വരാം, പിന്നെ നിനക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നീ കിടന്ന് ഉറങ്ങിക്കൊള്ളാനായിട്ട് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഡറിനെയും സെയിനെയൊക്കെ തന്നെയാണ്. ഡറിൻ ഇപ്പോൾ അവൻ്റെ ഓഫീസ് റൂമിലേക്ക് പോകാനായിട്ട് നിൽക്കുന്ന സമയം സെയ്യാണെങ്കിൽ അവൻ പാർട്ടിയിൽ വെച്ച് മീറ്റ് ചെയ്ത് ആ ഒരു പയ്യനുമായിട്ട് സംസാരിക്കുന്നത് കാണുന്നുണ്ട്. ആ പയ്യൻ സെയ്ക്ക് വേണ്ടിയിട്ട് ഫുഡ് കൊണ്ട് കൊടുക്കാൻ വന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ പേര് ബാസ് എന്നാണ്. അപ്പോൾ ബാസും സെയ്യും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഡറിനാണെങ്കിൽ ഓൾറെഡി ഇവരുടെ ഒരുമിച്ച് ഇങ്ങനെ എടുത്തിട്ട് ഫോട്ടോയുടെ സ്റ്റോറി എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് സെയ്ക്ക് കിട്ടിയിരിക്കുന്ന പുതിയൊരു പയ്യനാണ് ഈ ബാസ് എന്ന്. അതായത് ഇപ്പം ബോയ് ഫ്രണ്ട് ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡറിന് ജലസ് ആവുന്നുണ്ട്. ഡറിൻ വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ സംസാരിക്കുന്നത് പറഞ്ഞാൽ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലാണ്. അതായത് ഞാൻ എൻ്റെ എക്സ് അല്ലേ, അപ്പോൾ ഞാൻ ഒന്ന് ഹായ് പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ. അപ്പോൾ ബാസാണെങ്കിൽ ശരി എന്നാൽ ഞാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ബാസ് പോയി കഴിഞ്ഞതും സേ ഡറിൻ്റെ അടുത്ത് വന്നിട്ട് നീ എന്തിനാണ് അങ്ങനെയൊക്കെ സംസാരിച്ചത്, ഭയങ്കര റൂഡായിട്ടാണല്ലോ നീ പെരുമാറുന്നത്, എന്താവശ്യത്തിലാണ് നീ അങ്ങനെ ഒന്ന് പെരുമാറിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ എക്സ് അല്ലേ, ഞാൻ എൻ്റെ പുതിയ ബോയ് ഫ്രണ്ടിനെ ഒന്ന് പരിചയപ്പെടാനായിട്ട് വന്നതാണ് ഡറിൻ പറയുന്നുണ്ട്. എന്നാൽ സേ ആണെങ്കിൽ പക്ഷേ നിനക്ക് ഇപ്പം അതിനുള്ള റൈറ്റൊന്നുമില്ല, അധികാരവും ഇല്ല, അങ്ങനെ ചെയ്യരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്ത് പിന്നെയും തുപ്പിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൻ വീട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ക്ലീൻ ചെയ്യുന്ന ടൈമിന് അവനൊരു ബോക്സ് കിട്ടാണ്. അതിങ്ങനെ തുറന്നു നോക്കുമ്പോഴത്തേക്കും കിങ്ങും സിംഗും കൂടെ ആയിട്ട് ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് സന്തോഷിച്ചിരിക്കുന്ന കുറേ ഫോട്ടോസ് ആയിരുന്നു. അത് കാണുമ്പോൾ തന്നെ അവരെന്തോ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം ഇവന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തോ അവന് അത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അവനെല്ലാം തന്നെ വിഷമിച്ചുകൊണ്ട് ആ ഒരു ഫോട്ടോസൊക്കെ നോക്കുന്നുണ്ട്. ഇതേ സമയം ഡറിനെ കാണിക്കുകയാണ്. ഡറിൻ ഇപ്പോഴും അവൻ്റെ ഓഫീസിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ആ സമയം നേരത്തെ ഒരു പാവയിലുണ്ടായിരുന്ന മുടിയുടെ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. അത് അവനിങ്ങനെ നോക്കുന്നുണ്ട്. നോക്കിക്കഴിയുമ്പോൾ ഉടനെ തന്നെ സെയിനെ കോൾ ചെയ്യാണ്. എന്നാൽ സേ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ അവൻ സേയ്ക്ക് ഒരു മെസ്സേജ് ഇടുന്നുണ്ട്. അതായത് ഇങ്ങനെ സിംഗിൻ്റെ വീട്ടിലേക്ക് പോവാണ്, ആ ഒരു DNA റിസൾട്ടെല്ലാം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ അവൻ്റെ ബാഗ് എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. തുപ്പിനെ ഒന്നുകൂടെ കാണിക്കുമ്പോൾ ഈ ഫോട്ടോയൊക്കെ നോക്കി വിഷമിച്ചിരിക്കുന്ന സമയത്താണ് മേളത്തെ നിലയിൽ എന്തോ താഴെ വീണ് വന്ന് പൊട്ടിയൊരു സൗണ്ട് അവൻ കേൾക്കുന്നത്. അങ്ങനെ അവൻ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ആ ഒരു തിരിയെല്ലാം കത്തിച്ച് വെച്ചിരുന്നത്, അതായത് പ്രാർത്ഥിക്കാനായിട്ട് കത്തിച്ച് വെച്ചിരുന്ന ആ ഒരു തിരി വെച്ചിരുന്ന സംഭവം എല്ലാം തന്നെ പൊട്ടിപ്പോയിരിക്കുകയാണ്. അത് കാണുമ്പോഴത്തേക്കും എന്തോ മോശം സംഭവിക്കാൻ പോകുന്നൊരു ഫീലിംഗ് അവന് വരുന്നുണ്ട്. ഇതേ സമയം ഡറിൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ കാർ പാർക്കിങ്ങിലേക്ക് ചെല്ലാണ്. എന്നാൽ പോകുന്ന സമയം അവനൊരു കോൾ വരുന്നുണ്ട്. ഒരു കോൾ അറ്റൻഡ് ചെയ്ത് അവൻ ഹലോ എന്ന് പറയുന്നതും വിയേർഡായിട്ടുള്ള ഒരു വോയിസിൽ ഒരാൾ അവൻ്റെ അടുത്ത് നിനക്ക് ശരിക്കും ഞാനുമായിട്ട് പ്രശ്നം ഉണ്ടാകണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് കേൾക്കുന്നതും അവൻ പേടിച്ചിട്ട് ആ ഒരു ഫോൺ താഴേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് അവൻ പതുക്കെ ചെന്ന് ആ ഒരു ഫോൺ എടുക്കുന്ന സമയത്ത് ആത്മാവിൻ്റെ കൈ വന്ന് പെട്ടെന്ന് അവൻ്റെ കയ്യിലേക്ക് പിടിക്കുകയാണ്. അവൻ പെട്ടെന്ന് ഫോൺ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പേടിച്ചോടുന്നുണ്ട്. അതും അവൻ്റെ കാറിലേക്കാണ് ചെല്ലുന്നത്. അവൻ കാറിൽ കയറാൻ ഡോർ ഓപ്പൺ ചെയ്തതും ഓപ്പോസിറ്റ് സൈഡിലെ ഡോറ് ഓപ്പൺ ആയിട്ടിരിക്കുന്ന കാണുന്നുണ്ട്. അവനങ്ങനെ പതുക്കെ കാറിൻ്റെ അകത്ത് കയറിയിട്ട് ആ ഒരു ഡോർ ക്ലോസ് ചെയ്യുന്നുണ്ട്. കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതും കാറിൻ്റെ ബാക്ക് സൈഡിലെ ഡോറ് ഓപ്പൺ ആയിട്ടിരിക്കുന്ന കാണാണ്. അങ്ങനെ അതവൻ പെട്ടെന്ന് ക്ലോസ് ചെയ്യുകയാണ്. ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പ്രേതത്തിൻ്റെ ആത്മാവ് അവിടെ ബാക്കിൽ നിൽക്കുന്നത് അവന് മിറർ വഴി കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവനാണെങ്കിൽ തിരിഞ്ഞ് നോക്കുകയും ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പ്രേതം അവൻ്റെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. അവനാണെങ്കിൽ പേടിച്ചോടുന്ന സമയത്ത് പെട്ടെന്നൊരു വണ്ടി വന്ന് അവൻ ഇടിച്ചിടാണ്. സിംഗിനെ കാണിക്കുമ്പോൾ അവൻ പോലീസ് സ്റ്റേഷനിൽ വർക്ക് കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. ആ സമയം അവിടെ പണിക്കാർ വീട് പണിക്കൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു വലിയ സംഭവം ഇരിപ്പുണ്ട്. അത് ഇവൻ്റെ പുറത്തേക്ക് വന്ന് കമന്ന് വിടാനായിട്ട് പോവാണ്. എന്നാൽ പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് തുപ്പ് ഓടി വരുന്നുണ്ട്. തുപ്പി ഇവനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവനെ പിടിച്ച് മാറ്റുന്നുണ്ട്. എന്നാൽ തുപ്പിൻ്റെ തലയിലേക്ക് ഒരു കല്ലിൻ്റെ കഷ്ണം പോലത്തെ എന്തോ ഒന്ന് വീണിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ഇതിൽ തുപ്പുണ്ടെ തന്നെ ബോധം കെട്ട് വീഴുന്നുണ്ട്. സിംഗാണെങ്കിൽ അവനെ എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഇതേ സമയം സിംഗിൻ്റെ പുറത്തേക്ക് വന്ന് വിടാൻ നിന്ന ആ ഒരു സംഭവത്തിൽ ആ ഒരു ആത്മാവ് ഇരുന്ന് ഇവരെ തന്നെ നോക്കി ചിരിക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.